ശ്രീ കെ പി നൌഷാദ് അലി, സംസ്ഥാനം അതേസമയം അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ശമ്പളം കൊടുക്കാൻ ഈ മാസം ദിവസങ്ങൾ വൈകി ജീവനക്കാർക്ക് പ്രതിഷേധിക്കേണ്ടതായി വന്നു. ഈ മാസം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷത്തെ അവസാനത്തെ മാസമാണ്. അപ്പോൾ ബില്ലുകളൊക്കെ ധാരാളം മാറേണ്ടതുണ്ട്. പ്രവൃത്തികളുടെയൊക്കെ ബില്ലുകൾ മാറേണ്ട സമയമാണെന്ന് പറഞ്ഞാൽ ട്രഷറിക്ക് വലിയ ഭാരം വരുന്ന സമയത്ത് ഇപ്പോൾ ഈ 13,000 കോടി കിട്ടിയതുകൊണ്ട് വലിയ ആശ്വാസമൊന്നും പറയാൻ കഴിയില്ല. തൽക്കാലം എന്ന് പറഞ്ഞാൽ ട്രഷറി സ്തംഭനം, സമ്പൂർണ്ണമായ ട്രഷറി പ്രതിസന്ധി ഒഴിവാകും എന്നുള്ളതിനപ്പുറത്ത് കൊടുത്തു തീർക്കാനുള്ള പണം മുഴുവനായിട്ടില്ല. നമുക്കറിയാം 7 മാസമായിട്ട് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിയിരിക്കുകയാണ്, ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ്, ഗ്രാൻറ്റുകൾ, അതുപോലെ തന്നെ അഗതികൾക്കൊക്കെ കൊടുക്കുന്ന പണം, ഇങ്ങനെ വലിയ തോതിൽ സോഷ്യൽ വെൽഫെയറിന് സ്പെൻഡ് ചെയ്യേണ്ട പണം ഇതിനോടകം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 13,000 കോടി എന്ന് പറയുന്നത് വളരെ ചെറിയ താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നിരിക്കെ ഇപ്പോൾ സുപ്രീം കോടതി കേസ് നടത്തി ഇപ്പോൾ ഇത്രയും പണം കിട്ടിയത് കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ആകെ മാറി എന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ടോ? അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേന്ദ്രം ഇത്ര രൂപ അവിടെ അനുവദിച്ചില്ലേ, കേന്ദ്രം രാജസ്ഥാൻ അനുവദിച്ചു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം ഒന്ന് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞ കാര്യവും രണ്ടാണ്. ഇവിടെ ധനകാര്യ കമ്മീഷനുകൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും കടമെടുക്കാനുള്ള പരിധിയൊക്കെ ചില നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിശ്ചയിക്കും. ഓരോ സംസ്ഥാനത്തിലുള്ള നികുതി വിഹിതവും ആ മാനദണ്ഡത്തിനനുസരിച്ച് നിശ്ചയിക്കും. അതിനകത്ത് നരേന്ദ്രമോദി സർക്കാർ എവിടെ ഇടപെട്ടാലും മാറ്റം വരുത്താൻ സാധിക്കില്ല. അതിനകത്തൊരു കൈകടത്തലും നടക്കില്ല. എന്നാൽ ആ മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായി എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ ധനകാര്യ കമ്മീഷന്റെ പരിധിയിൽപ്പെടാത്ത, സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ലാത്ത ഈ സർചാർജും സെസ്സും വഴി വരുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ നോൺ പ്ലാൻ ഗ്രാൻറ്റുകളായിട്ടും അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ട്രാൻസ്ഫറുകളുമായിട്ട് ഈ സർക്കാർ വിവിധങ്ങളായ തങ്ങൾക്ക് താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് വലിയ ഒഴുക്ക് നടത്തുന്നുണ്ട്. അവിടെയാണ് വിവേചനം. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം യഥേഷ്ടം വിനിയോഗിക്കാവുന്ന ഇത്തരത്തിലുള്ള 5.5 ലക്ഷം കോടിയും 7 ലക്ഷം കോടിയൊക്കെ ഒരു കൊല്ലം കിട്ടുമ്പോൾ അവരത് ഇത്തരത്തിലുള്ള 2-3 മാർഗങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുള്ളിടത്തേക്ക് അത് ചെലുത്തുകയാണ്. അതിന് പുറമെ അവർ കേന്ദ്ര പദ്ധതികളും കൊണ്ടുവരും. ആ പദ്ധതികളുടെ 50% വഹിക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ്. അപ്പൊ നരേന്ദ്രമോദിയുടെ പടം വെച്ചില്ല, പ്രതിമ വെച്ചില്ല, സെൽഫി എടുക്കാനുള്ള ഇവന്റുകൾ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഫണ്ടും അവർ തടയും. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു അന്യായമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അതിനെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ FCയുടെ പിന്നെ ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളും നീക്കിവെപ്പുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഭരണഘടനയ്ക്ക് എന്ത് കോട്ടം പറ്റി, ഫാസിസം വന്നോ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ശ്രീ ഗോപാലകൃഷ്ണൻ, ഫാസിസം നാളെ മുതൽ വന്നു എന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ ഒരു ബില്ലൊന്നും പാസ്സാക്കിയിട്ട് അത് വരില്ല. അത് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തെ ഇങ്ങനെ മേഘാവൃതമായിട്ട് പൊതിഞ്ഞു നിൽക്കുകയാണ്. ഭരണഘടനയ്ക്ക് പോർലേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൃഷ്ടിഗോചരമായ ഏതെങ്കിലും ശാരീരിക പരിക്കുകളല്ല. അത് ഇത്തരത്തിലുള്ള CBIയും EDയും ഇൻകം ടാക്സും ഒക്കെ ഭരണത്തിനെതിരായവരുടെ വീട്ടിലേക്ക് കടന്നൽ കൂട് പൊളിച്ചതുപോലെ കടന്നു ചെല്ലുന്നു. ഭരണത്തെ അനുകൂലിക്കുന്നവരുടെ കേസില്ലാതാകുന്നു. കോടതികളും മാധ്യമങ്ങളും ഒക്കെ നിശ്ചലമാകുന്നു. ഇത്തരമൊരു അവസ്ഥയാണ് ഭരണഘടനാ സ്തംഭനം എന്ന് പറഞ്ഞാൽ. അതില്ല എന്ന് BJPക്കാർക്ക് പോലും അഭിപ്രായം ഉണ്ടാവുകയില്ല. ഇനി അഭിലാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു പിന്നെ വെന്റിലേറ്ററിലുള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരു രോഗിയുടെ അവസ്ഥയിലാണ്. ഒരു ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ സിലിണ്ടർ കഴിഞ്ഞാൽ വീണ്ടും ശ്വാസം മുട്ടാൻ തുടങ്ങും. ഇതൊക്കെ താൽക്കാലികമായ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ചെറിയ ഒരു ഉപാധി മാത്രമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും ഈ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. നമുക്കൊരു ധനകാര്യ മാനേജ്മെന്റ് വേണം, നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം വേണം, നമുക്കൊരു മിതവ്യയ ശീലം വേണം. നമ്മൾ ദൂർത്തിനെ പാടെ ഒഴിവാക്കണം. മുണ്ട് മുറുക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള വലിയൊരു യജ്ഞത്തിന് ഭരണ പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷം അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ യഥേഷ്ടം തങ്ങളുടെ ദൂർത്തുകൾ, തങ്ങളുടെ പാർട്ടി പ്രചരണ പരിപാടി വരെ ഇവിടെ സർക്കാരിൻ്റെ ചെലവിൽ അങ്ങ് തലപ്പാടിയിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് നടത്തി
മുടിച്ച ഒരു സർക്കാർ ഇവിടെ വന്നിട്ട് കേന്ദ്രത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ട് അവരുടെ കൈകൾ ശുദ്ധമാകില്ല. അവർക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം മുണ്ടുമുറുക്കിയെടുത്ത് സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന് മുന്നിൽ നിന്നാൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ അവിടെ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് കേരളം മുഴുവൻ സഹകരിക്കും. പക്ഷെ നിങ്ങൾ ആ ദിശയിലല്ല പോകുന്നത്. ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യവും GST കോമ്പൻസേഷന്റെ കാര്യവും GSDPയുടെ നിശ്ചിത ശതമാനം ഓരോ സാമ്പത്തിക വർഷവും ലോൺ എടുക്കാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓഫ് ബജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ വിഷയമുള്ളത്. കിഫ്ബി വഴി ഇവരെടുത്തിരുന്ന തുകകൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി എടുത്തിരുന്ന തുകകളൊക്കെ പൊതുകടത്തിന്റെ ഭാഗമാകുമ്പോൾ ഇവരുടെ കടമെടുപ്പ് പരിധി സ്വാഭാവികമായിട്ട് കുറഞ്ഞു. അത് ഇന്ത്യ മുഴുവൻ വന്നൊരു നിയമമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആ പരിധിയിൽ പെടുന്നില്ല എന്ന ഒരു വിരോധാഭാസം കൂടി അവർ സ്വന്തമായിട്ട് വച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെ കേരള ഭരണങ്ങളുടെ ഈ ദുഷ്ചെയ്തികളുടെ എല്ലാ പരിണിത ഫലങ്ങളും ഏറ്റുവാങ്ങുന്ന കേരളീയരോടുള്ള വലിയ അനുഭാവം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുകയാണ്.